യാത്ര പോകാൻ പ്രത്യേകിച്ച് നേരവും കാലവും നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. തോന്നണ സമയത്ത് തോന്നണ വണ്ടി കയറി തോന്നണയിടത്തേക്ക് തോന്നിയ പോലൊരു യാത്ര, അത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ യാത്ര പോകുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു ഫ്രണ്ടിൻ്റെ. വെളുപ്പിനെ 4 മണിക്ക് പാലക്കാട് എത്തുകയാണെങ്കിൽ പുള്ളി കാറുമായിട്ട് വരാം, എന്നിട്ട് നെല്ലിയാമ്പതിക്ക് പോയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് അന്ന് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം തിരിച്ചിറങ്ങാം. അപ്പം ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ വരാം, കൂടെ മോനും ഉണ്ടാവും, പക്ഷേ സ്റ്റേ ചെയ്യാനുണ്ടാവില്ല, ചില ബുദ്ധിമുട്ടുകൾ മൂലം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് പാലക്കാട് എത്താൻ വേണ്ടിയിട്ട് തലേ ദിവസം രാവിലെ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്ന് ആദ്യം കിട്ടിയ വണ്ടിക്ക് നേരെ മൂവാറ്റുപുഴ സ്റ്റാൻഡിലെത്തി. കുറേ നേരം ബസ്സുകളും മനുഷ്യരെയൊക്കെ വാച്ച് ചെയ്ത ശേഷം അടുത്ത വണ്ടിക്ക് കയറി തൊടുപുഴയിലും കുറച്ച് നേരം ചിലവഴിച്ചു. അവിടുന്ന് പെരിങ്ങാശ്ശേരി ഉപ്പുകുന്ന് വഴി നേരെ ചെറുതോണിക്ക് വിട്ടു. ചെറുതോണിയിലെത്തിയപ്പോൾ നല്ല വിശപ്പ്. പിന്നെ ഒരടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് അവിടുന്ന് നേരെ കട്ടപ്പനയിൽ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി നടന്നിട്ട് തമിഴ്നാട് വഴി പാലക്കാട്ടേക്ക് പോകാൻ വല്ല സ്കോപ്പ് ഉണ്ടോയെന്ന് അന്വേഷിച്ചു. ബസ് വരണമെങ്കിൽ 1.5 മണിക്കൂർ കഴിയും. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കോട്ടയം ബസ് വന്നു. അതിൽ കയറി ഉപ്പുതറ, വാഗമൺ, ഈരാറ്റുപേട്ട വഴി പാലായിൽ വന്നിറങ്ങി. പാലായിൽ വന്ന് ഒരു ചെറിയ റിഫ്രഷ്മെൻ്റൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ബസ്സിന് കയറി നേരെ എറണാകുളത്തുനിന്ന് 10:30 AC സൂപ്പർ ഫാസ്റ്റിൽ കയറി 2 മണിയായപ്പോൾ പാലക്കാടെത്തി. വീണ്ടും അവിടെ ഒരുപാട് നേരം കറങ്ങി നടന്നു. പിന്നെ 1 മണിക്കൂർ അവിടുത്തെ വെയിറ്റിംഗ് ഏരിയയിൽ കയറി ചെറുതായിട്ടൊന്ന് മയങ്ങി. 4 കൂടി കൂട്ടുകാരൻ വന്നു. അവൻ്റെ വണ്ടിയിൽ കയറി നേരെ നെല്ലിയാമ്പതി. പകൽ മുഴുവൻ അവിടെ കറങ്ങിയെങ്കിലും ചില്ലിക്കൊമ്പനെയോ വേഴാമ്പലിനെയോ ഒന്നും കാണാൻ പറ്റിയില്ല. അവസാനം ഒരു 4 മണിയോടുകൂടി തിരിച്ചിറങ്ങി നേരെ വീട്ടിലേക്ക്. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ യാത്ര ചെയ്യുന്നവരായിരിക്കുമല്ലോ അല്ലേ? ഒരിക്കലും നമ്മൾ യാത്രകൾ മുടക്കരുത് ഒരു കാരണവശാലും. അപ്പം ശരി.